നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ദിലീഷ് പോത്തനും വിനയകുമാറും ഒക്കെ അഭിനയിച്ച, വിജയരാഘവനും ഒക്കെ അഭിനയിച്ച, ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ്. ഈ സിനിമ കുറച്ച് റൈഫിൾ പഠിക്കുന്ന ആളുകളുടെയും പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെയും അവരെ നേരിടാനെത്തുന്ന ഒരു ക്രൈമിൻ്റെ പേരിൽ അവരെ നേരിടാനെത്തുന്ന കുറച്ച് മംഗലാപുരത്തുള്ള കുറച്ച് ഗുണ്ടകളുടെയും ഒക്കെ ഒരു വെടിവെപ്പ് സംഗതിയാണ്. കഥയാണ് എന്നൊന്നും പറയുന്നില്ല. കാരണം ഈ ഒരു സിനിമ എന്നുള്ള ഒരു അർത്ഥം തന്നെ ഇതിന് കിട്ടുന്നില്ല. ആദിമധ്യാന്ത പൊരുത്തമുള്ള ഒരു ഇതിവൃത്തമില്ല, കഥാപാത്രവൽക്കരണമില്ല, കുറേ ആളുകൾ കെട്ടുകാഴ്ചകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. വെടിവെപ്പ്, അതാണ്. വിനയകുമാർ അവതരിപ്പിക്കുന്ന ഷാജഹാൻ എന്ന സിനിമാ നടൻ വേട്ടമൃഗം എന്ന സിനിമയിൽ അഭിനയിക്കണം. അതിനുവേണ്ടി റൈഫിൾ പരിശീലനം അല്ലെങ്കിൽ വെടിവെപ്പ് പരിശീലനം നേടണം. അതിനു വേണ്ടിയാണ് ഈ വിജയരാഘവൻ്റെയും ദിലീഷ് പോത്തൻ്റെയും കഥാപാത്രങ്ങളുടെ, അവറാൻ എന്നാണ് ദിലീഷ് പോത്തൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്, സെക്രട്ടറി അവറാൻ, അതിൻ്റെ ആ ക്ലബിൻ്റെ സെക്രട്ടറി അവറാൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് നമ്മുടെ ഒരു നല്ലൊരു നടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്നത്. ഇവിടെ പൊന്നമ്മ ബാബു ഉണ്ട്, അങ്ങനെ കുറേയധികം ആളുകളുണ്ട്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഘടന ഉണ്ടാകുന്നത് ഏതാണ്ട് ഈ സിനിമ തീരുന്ന ആ ഒരു സമയത്ത് മാത്രമാണ്. കഥാപാത്രവൽക്കരണം നടന്നാൽ മാത്രമാണ് സംഘടനത്തിന് പ്രസക്തിയുള്ളൂ. സംഘടന ഉണ്ടാകുമ്പോഴാണ് ഇത് പരസ്പര പൂരകമാണ്. കഥാപാത്ര സംഘടനം, കഥാപാത്ര സൃഷ്ടിയിലെ കഥാപാത്ര സംഘടനവും കഥാപാത്രത്തിൻ്റെ പരിസരവും കഥാപാത്രവൽക്കരണവും എല്ലാം പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഈ സിനിമയിൽ സംഭവിക്കുന്നില്ല, നിർഭാഗ്യവശാൽ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തിനാണ് ഇങ്ങനെയൊരു സിനിമയുമായിട്ട് ആഷിഖ് കപൂർ നമ്മുടെ മുന്നിൽ എത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിനും ഒരർത്ഥവും ഇല്ല. അതിനും ഒരു ഉത്തരം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഷൂട്ടൗട്ട് പരസ്പരം ദയാനന്ദൻ്റെ ടീം, വില്ലൻ്റെ ടീമും നായകന്മാരെന്ന് പറയാൻ പാകത്തിനുള്ള ആളുകളൊന്നും അല്ല, മറ്റ് അതർ സൈഡിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നായക പരിവേഷമുള്ള ആരും തന്നെ ഇല്ല. ഇപ്പോൾ വിനയകുമാറിൻ്റെ ഷാജഹാൻ്റെ ഒരു കസിൻ, അദ്ദേഹം ഒരു ഡാൻസുകാരനാണ്. ആ ഡാൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് മംഗലാപുരത്ത് ഡാൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ്റെ കാമുകിയെ വന്ന് മറ്റേ വില്ലൻ്റെ ദയാനന്ദൻ്റെ മകൻ വന്ന് അനാവശ്യം പറയുകയോ പ്രപ്പോസ് ചെയ്യുകയോ ഒക്കെ എന്തൊക്കെയോ ചെയ്യുകയാണ്. അങ്ങനെ അവനോട്ടൊരു ചവിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് അവൻ തലയും കുത്തി താഴെ വീണ് അവൻ അവിടെ തീരുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരവിടെ നിന്ന് രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്ന് ഈ ഷാജഹാൻ ഉള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അയാളുടെ വീടല്ല, വീടിന് പകരമായിട്ട് അയാൾ ഈ റൈഫിൾ ക്ലബിലാണ് വന്ന് ഇരിക്കുന്നത്. റൈഫിൾ പഠിക്കാൻ വേണ്ടി, റൈഫിൾ ഷൂട്ട് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഷാജഹാൻ, വിനയകുമാറിൻ്റെ ഷാജഹാൻ. അവിടേക്കാണ് ഇവർ വരുന്നത്, ഈ ചെറുക്കനും പെണ്ണും വരുന്നത്.
രണ്ടുപേരും വരുന്നു. അവരെ അന്വേഷിച്ച് അവരെ ഫോളോ ചെയ്ത് മറ്റ് വില്ലന്മാരും വരുന്നു. അങ്ങനെ അവർക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. ഷാജഹാനാണല്ലോ അവിടെ റൈഫിൾ പഠിക്കാൻ വന്ന ആളെന്നുള്ള നിലയിൽ ഷാജഹാൻ്റെ ആളുകൾക്കും അവർ സംരക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം ഷൂട്ട് ചെയ്യുന്നു, ഷൂട്ട് ഔട്ട് ഉണ്ടാകുന്നു. അതിനു മുമ്പ് ഇവർ കാട്ടിൽ പോകുന്നുണ്ട്. ഷൂട്ട് പഠിക്കാൻ വേണ്ടി ഷാജഹാനും അവറാനും ഒക്കെ കാട്ടിലേക്ക് പോകുന്നുണ്ട്. കാട്ടിൽ പോകുന്ന സമയത്ത് ഒരു പന്നിയെ കാണുന്നു, പന്നിയെ വെടിവെക്കുന്നു, ഒരു കടുവ വരുന്നു, കടുവ ഇവരുടെ പട്ടിയെ വകവരുത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ പോകുന്നു. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഈ സിനിമയ്ക്ക് തന്നെ ഒരു അർത്ഥവുമില്ലാത്ത രീതിയിലാണ് ഈ സിനിമയുടെ പോക്ക്. അവസാനം വെടിവെപ്പ് ഉണ്ടാവുന്നു. അവസാനം ഇവർ എല്ലാവരും ചേർന്ന് ദയാനന്ദനെ വെടിവെച്ച് കൊല്ലുന്നു. ഇതിലെന്താണ് ഇത്ര വലിയ കാര്യമായിട്ടിരിക്കുന്നത്? ഒരു സിനിമയുടേതായിട്ടുള്ള ഒരു രസവും തരാത്ത ചലച്ചിത്ര ഛായാഗ്രഹണത്തിൻ്റെ മഹത്വമെങ്കിലും കാണിക്കാമായിരുന്നു. ഇത്തരം സിനിമകളിൽ അത്തരമുള്ള ടേക്കിങ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതിൽ അതൊന്നും വന്നിട്ടില്ല. ചലച്ചിത്ര ഛായാഗ്രഹണത്തിൻ്റെ ആ രീതിയിലൂടെ ആ വഴികളിലൂടെയൊന്നും ഷൈജു ഖാലിദ് എന്ന ഛായാഗ്രഹകൻ സഞ്ചരിച്ചതായിട്ട് കാണുന്നുമില്ല. അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകുന്നില്ല. കാരണം ഒരു മുറിക്കകത്താണ് അല്ലെങ്കിൽ ഒരു വീടിനകത്താണ് ഈ സിനിമ ഭൂരിഭാഗവും സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഷോട്ടുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പറയാനായിട്ട് തോന്നുക? ഷോട്ടുകളെന്ന് പറയുന്നത് ഷോട്ടുകളുടെ ശവപ്പുറമ്പായിട്ട് മാറുകയാണ് സിനിമ ചെയ്യുന്നത്. അത് സംഭവിക്കാൻ പാടില്ല. എന്തിനാണ് ഒരു ഷോട്ട് എന്ന് പറയുന്നത്? ഒരു ദൃശ്യം ഉണ്ടാക്കുന്നത് എന്തിനാണ്? അതിന് മുൻപ് വന്ന ദൃശ്യവും അതിന് ശേഷം വരുന്ന ദൃശ്യവും തമ്മിലുള്ള ഒരു ഒത്തൊരുമ അവിടെ സംഭവിച്ചില്ലെങ്കിൽ അത് ആസ്വാദനത്തിന് ഒരു തരത്തിലും അത് ആസ്വദിക്കാനായിട്ട് ആ പ്രേക്ഷകർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ പാട്ടുകളുണ്ട്. എന്തിനാണ് ഈ സിനിമയിൽ പാട്ടുകൾക്കൊന്നും ഒരു ആവശ്യമില്ല. ഒരു ലെങ്ത് ഉണ്ടാക്കാൻ വേണ്ടി, സിനിമയ്ക്ക് ഒരു ലെങ്ത് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു വെച്ച പണിയായിട്ട് മാത്രമേ ഈ സിനിമയിലെ പാട്ടുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വിജയരാഘവനെ പോലുള്ള അഭിനേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് വെറുതെ ഇരുത്തി ആ സമയം ആ സ്പേസ് നഷ്ടപ്പെടുത്തുന്നതായിട്ട് മാത്രമാണ് കാണാനുള്ളൂ. ആഷിഖ് കപൂറിൻ്റെ കയ്യിൽ നിന്നുള്ള സർഗാത്മകതയും പുഷ്കരൻ്റെ കയ്യിൽ നിന്നുള്ള ശ്യാം പുഷ്കറിൻ്റെ കയ്യിൽ നിന്നുള്ള സർഗാത്മകതയും ഒന്നും തന്നെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നുമില്ല. ഈ സിനിമയിൽ നിന്നും ഇവരെന്തിനാണ് ഇങ്ങനെയൊരു സിനിമ എടുത്തത് എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. തിരക്കഥ അമ്പെ പരാജയമാണ്. തിരക്കഥയിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ എഡിറ്റിങ്ങിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പറയേണ്ട കാര്യങ്ങൾ അവിടെ പറയുന്നതൊക്കെ ആയിട്ടാണ് കേൾപ്പിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ മാത്രം, മുഴുവനാണ് എന്നല്ല പറയുന്നത്. സിനിമയുടെ തുടക്കത്തിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ വന്നിട്ടുണ്ട്. സംവിധായകൻ കൂടെ ഇരിക്കണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സംവിധായകൻ ഉണ്ടാവണം. ആദ്യം അഖ്യാന്തം സംവിധായകൻ കൂടെ പോയിരിക്കണം. കൂടെ പോയിരുന്ന് സംവിധായകൻ്റെ നിർദ്ദേശാനുസരണം വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. സംവിധായകൻ ചെയ്യുന്നത് പോലെ ഒരിക്കലും ഒരു അസിസ്റ്റൻറ്റിന്, അതിപ്രഗത്ഭനായിട്ടുള്ള ശങ്കറിനെ പോലുള്ള അസിസ്റ്റന്റ്മാരൊക്കെ ആണെങ്കിൽ, മണിരത്നത്തിൻ്റെ അസോസിയേറ്റായിട്ടൊക്കെ വരുന്ന സമയത്ത് ശങ്കറിനെ പോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ശരിയാണ്. പക്ഷെ അത്ര പ്രഗത്ഭരൊന്നും അല്ലാത്ത അസോസിയേറ്റുമാരാണ് വരുന്നത് എങ്കിൽ അവർക്ക് തൻ്റെ സംവിധായകൻ എന്താണ് ആഗ്രഹിച്ചത്, അതിൻ്റെ സംവിധായകൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നൊന്നും അവർക്ക് പിടികിട്ടണമെന്നില്ല. സംവിധായകന് മാത്രമാണ് അത് മനസ്സിലാവുക. അതൊന്നും ഈ സിനിമയിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ആസ്വാദനം ഈ സിനിമയിൽ നിന്നും ലഭിക്കുമായിരുന്നത്. അപ്പോൾ ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത, ദിലീഷ് പുഷ്കർ ഒക്കെ രചനയൊക്കെ നിർവഹിച്ച ഈ സിനിമ അമ്പെ പരാജയമാണ് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്.